ഇന്ന് ഞാൻ ചെറിയൊരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇന്ന് എൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണം. അദ്ദേഹത്തിന് ദീർഘായുസ് ഉണ്ടാകാനും ആരോഗ്യം ഉണ്ടാകാനും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. ഡയബറ്റിക്കാണ്, എന്നാൽ അതിൻ്റേതായിട്ടുള്ള വലിയ കോംപ്ലിക്കേഷനൊന്നും വരാതെ ദൈവം ഇതുവരെയും എൻ്റെ അച്ഛനെ കാത്തു. അതിനായിട്ട് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. അമ്മ നടക്കാൻ തുടങ്ങി കേട്ടോ. കഴിഞ്ഞ 15 ദിവസം ബെഡ് റിഡനായിരുന്നു. ആ സമയങ്ങളിലൊക്കെ അവരെ ശുശ്രൂഷിക്കാൻ ദൈവം എനിക്ക് അവസരം തന്നു. എനിക്ക് വേണ്ടി ചെറുപ്പത്തിൽ രാവിലെ 3 മണിക്കും 2 മണിക്കൊക്കെ ഞാൻ അലാം സെറ്റ് ചെയ്ത് എണീക്കും. ആ സമയത്ത് എനിക്ക് ചായ വേണം. ആ സമയങ്ങളിൽ എന്നെ എണീപ്പിക്കുകയും പിന്നെ ചായയൊക്കെ വെച്ച് തരികയും എൻ്റെ കൂടെ ഇരിക്കുകയൊക്കെ ചെയ്ത ഒരമ്മയാണ്. ഞാൻ സ്കൂളിൽ ഫസ്റ്റായിരുന്നു എപ്പോഴും പഠിക്കുമ്പോൾ. പക്ഷേ അതിൻ്റെ പുറകിൽ അമ്മയുടെ വലിയ കോൺട്രിബ്യൂഷൻ ഉണ്ട്. രാത്രി 8:30 മണിയാകുമ്പോൾ കിടന്നുറങ്ങാനുള്ള സമയമാണ്. രാവിലെ 4 മണിയാകുമ്പോൾ എണീക്കണം. അങ്ങനെയുള്ള പല ചിട്ടകളും അമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നുകൊണ്ടാണ് അന്ന് ആ സമയങ്ങളിൽ അധികം കളിയെ സ്നേഹിച്ച എനിക്ക് 4 മണി മുതൽ രാവിലെ 6 മണി വരെ പഠിക്കാനും അതുമൂലം ആയിരിക്കാം എൻ്റെ ക്ലാസ്സിൽ എപ്പോഴും ഫസ്റ്റ് റാങ്ക് മേടിക്കാനും ഒക്കെ സാധിച്ചത്. ആ ശീലങ്ങൾ പലതും ഇന്നും എൻ്റെ ജീവിതത്തിലുണ്ട്. അതിന് ഞാൻ എപ്പോഴും ദൈവത്തോട് നന്ദി പറയാറുണ്ട്. എൻ്റെ അമ്മയ്ക്ക് ദൈവം എത്രത്തോളം ആരോഗ്യം തന്നു, അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അമ്മയ്ക്ക് ദൈവത്തെ അറിയണം എന്നൊക്കെ വളരെ ആഗ്രഹമുണ്ട്. എന്നാലും ചില കാര്യങ്ങൾ, നോൺ വെജ് കഴിക്കുക, അതുപോലെ വെള്ള വസ്ത്രം ധരിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളോടൊന്നും അമ്മയ്ക്ക് താല്പര്യമില്ല. പിന്നെ പല രീതിയിലുള്ള കൈയടിച്ചുള്ള ശബ്ദമുയർത്തിയുള്ള പ്രാർത്ഥനകളും വലിയ താല്പര്യമില്ല. പക്ഷേ എങ്കിലും യേശു സ്നേഹിക്കുന്ന ദൈവമാണ് എന്നുള്ളത് എൻ്റെ അമ്മയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നിരുന്നാലും എൻ്റെ ജീവിതത്തിൽ വന്ന ചില തിക്തമായ അനുഭവങ്ങൾ, ഞാൻ നന്മ ചെയ്തിട്ടും ആ വ്യക്തികൾ എന്നെ ദുഷിക്കുകയും എന്നെപ്പറ്റി അനാവശ്യം പറഞ്ഞുണ്ടാക്കുകയും കള്ളക്കേസുകൾ കൊടുക്കുകയും എന്നെ ഒരുപാട് ഉപദ്രവിക്കുകയും ചെയ്തു. ഡിവോഴ്സ് ഉണ്ടാക്കി, കുട്ടിയെ കാണാൻ സമ്മതിച്ചില്ല, ജയിലിൽ കിടത്തി. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മൂലമുള്ളൊരു ചെറിയ വിഷമം ദൈവത്തോട് അമ്മയ്ക്കുന്നുണ്ട്. അതിന് ശേഷമാണ് അമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വന്നത്. അതിന് ശേഷമാണ് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും അമ്മയ്ക്കുണ്ടായത്. എന്നിരുന്നാലും അമ്മയെ ശുശ്രൂഷിക്കാനായിരിക്കാം ദൈവം എൻ്റെ ജീവിതത്തിൽ ഇതുപോലുള്ള അവസരങ്ങൾ ഉണ്ടാക്കിയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പഠിച്ച് PhD ഒക്കെ എടുത്ത് ഏതെങ്കിലും അമേരിക്കയിലോ എവിടെയോ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ എനിക്ക് എന്തായാലും അമ്മയെ ശുശ്രൂഷിക്കാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ ദൈവം അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കിയതായിരിക്കും. എനിക്കൊരുപാട് നഷ്ടങ്ങളുണ്ട്. എൻ്റെ ജീവിതം ഞാൻ നോക്കുകയാണെങ്കിൽ മുഴുവനും നഷ്ടപ്പെട്ടതുമാതിരിയാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലും എൻ്റെ വില നിർണ്ണയിക്കുന്നത് ദൈവമാണ്. ദൈവത്തിന് എനിക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്ന അതേ വില തന്നെ ഇന്നും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാത്രമല്ല, എപ്പോഴും നന്ദിയുള്ളവനായിരിക്കാൻ ദൈവം എന്നെ സഹായിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ ജയിലിൽ നിന്നൊക്കെ വിടുവിച്ചില്ലേ, എനിക്കെതിരെ പറഞ്ഞ കള്ള പരാതികളെയൊക്കെ ദൈവം കംപ്ലീറ്റായിട്ട് നിഷ്ഫലമാക്കിയില്ലേ. ഇനി അത് മാത്രമല്ല, അവരോട് തിരിച്ച് പ്രതികാരം ചെയ്യാതിരിക്കാൻ ദൈവം എന്നെ സഹായിച്ചില്ലേ. അവർക്ക് കൂടുതൽ പൈസ കൊടുക്കാൻ ദൈവം എന്നെ സഹായിച്ചില്ലേ. അതിനുള്ളൊരു മനസ്സ് ദൈവം എനിക്ക് തന്നില്ലേ. അവരെ പിന്നെ ഉപദ്രവിക്കാനോ അവരുടെ പുറകെ പോവാതിരിക്കാനോ ദൈവം എന്നെ സഹായിച്ചില്ലേ. അതൊക്കെ ഞാൻ വലിയൊരു കാര്യമായിട്ടാണ് കണക്കാക്കുന്നത്. മറ്റോട് ക്ഷമിക്കാനും അവരെ സ്നേഹിക്കാനും. ഉപദ്രവിക്കാനും നമ്മൾ മനസ്സിൽ പല പ്രാവശ്യം തോന്നും, എന്നാലും ഉപദ്രവിക്കാതിരിക്കാനും ദൈവം തരുന്ന ഒരു റിസ്ട്രെയിൻറ്റ്, ദൈവം തരുന്ന ഒരു ബലം എന്നുവെച്ചാൽ മറ്റുള്ളവർ പലപ്പോഴും നമ്മളെ ഉപദ്രവിച്ച് നമ്മളെ ബാക്ക് സ്റ്റാബ് ചെയ്ത് പോയവർ നന്മ അനുഭവിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ബുദ്ധിമുട്ടുണ്ട് അല്ലേ. എന്ന് വെച്ചാൽ ഞാൻ നല്ല രീതിയിൽ ജീവിച്ചു, ദൈവത്തിന് വേണ്ടി ജീവിച്ചു, നല്ല കർമ്മങ്ങൾ ചെയ്തു, ആരും ഉപദ്രവിക്കാൻ പോയില്ല, സത്യസന്ധതയോടെ ജീവിച്ചു. എന്നിട്ട് എനിക്ക് കിട്ടിയത് കള്ളക്കേസ്, ജയിൽ, എന്നെപ്പറ്റി കുറേ അപവാദങ്ങൾ. എന്നാൽ എന്നെ ഉപദ്രവിച്ച വ്യക്തികൾ അന്നുണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ പൈസ അവർ എന്നിൽ നിന്നും ഉണ്ടാക്കി. എന്ന് മാത്രമല്ല, അവർക്ക് നല്ല ശമ്പളം കിട്ടുന്ന ജോലികളും, അതും എൻ്റെ സ്നേഹിതന്മാരെന്ന് ഞാൻ വിചാരിച്ച, എൻ്റെ കൂടെ നിൽക്കുമെന്ന് ഞാൻ വിചാരിച്ച ആളുകൾ കൊടുക്കുന്നു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെയധികം സങ്കടം തോന്നും. പക്ഷേ എന്നാലും അതിൻ്റെയൊക്കെ മധ്യേ ഒരു ദൈവമുണ്ട്, ഒരു ജീവനുള്ള ദൈവമുണ്ട്. ആ കക്ഷികളെയും അവൻ കാണുന്നുണ്ട്, എന്നെയും അവൻ കാണുന്നുണ്ട്. പൈസയ്ക്ക് വേണ്ടിയാണോ അല്ലയോ ഞാൻ വിശ്വാസത്തിൽ വന്നതും ദൈവത്തിന് അറിയാലോ. ദൈവത്തിന് കാണുമ്പോഴേ മനസ്സിലാവും. പിന്നെ നാട്ടുകാർക്ക് മനസ്സിലാവാത്തത് അവരുടെ ഭാഷ മലയാളമായതുകൊണ്ടും എൻ്റെ ഭാര്യ ഒരു മലയാളി ആയതുകൊണ്ടും ആയിരിക്കാം. അതെനിക്ക് പ്രശ്നമില്ല. പക്ഷെ എന്തിരുന്നാലും എന്തൊക്കെയായാലും
ഞാൻ ഓർക്കുന്ന വളരെ നല്ല ഇതിൽ ഓർക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഞാനിവിടെ ഒരു ദൈവസഭ നടത്തിയ ഒരു വ്യക്തിയാണ്. 2006 മുതൽ 2016 മുതൽ 16 വരെ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ ചെയ്തിരുന്നു. 2006 ആ ചെറിയൊരു പ്രവർത്തനം തുടങ്ങിയത്. 2009 അതൊരു ചെറിയ കൂട്ടായ്മയായി മാറി. അതൊരു കൂട്ടായ്മയായി മാറണമോ, സഭ ഉണ്ടാക്കണം, അങ്ങനെ ഒരു വിശ്വാസമോ അങ്ങനത്തെ ഒരു ആഗ്രഹമോ എനിക്കുണ്ടായിരുന്നില്ല. എനിക്കുണ്ടായിരുന്ന ആഗ്രഹം കർത്താവിൻ്റെ പേര് വലുതാക്കണം, കർത്താവിൻ്റെ പേര് എല്ലാവരും അറിയണം, കർത്താവിനെ എല്ലാവരും അറിയണം, കർത്താവിൻ്റെ സ്നേഹം എല്ലാവരും അനുഭവിക്കണം. ബുദ്ധിമുട്ടുള്ളവർ, പല രീതിയിലുള്ള പ്രയാസമുള്ളവർ, പല രീതിയിലുള്ള രോഗമുള്ളവർ, പലതിനും അടിമപ്പെട്ടവർ, രോഗമുള്ളവർ, ദാരിദ്ര്യമുള്ളവർ, അങ്ങനെയുള്ളവരൊക്കെ എൻ്റെ അടുത്തേക്ക് വന്നത്. പക്ഷേ ആ വ്യക്തികളെയൊക്കെ ദൈവം അനുഗ്രഹിച്ചു. അതിൽ പല ആളുകളും ഇന്ന് വിദേശ രാജ്യങ്ങളിലാണ്. അവർക്ക് എന്നെക്കുറിച്ച് നല്ല അഭിപ്രായം ഇല്ലെങ്കിലും അവർ ആ സമയങ്ങളിൽ ആ കൂട്ടായ്മകളിൽ വന്ന് പങ്കെടുക്കുകയും ഞങ്ങൾ ഒരുമിച്ച് നല്ല സമയങ്ങൾ ചെലവഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ സമയങ്ങളിൽ അവർക്ക് ഞാൻ പറഞ്ഞു കൊടുത്ത ദൈവവചനമുണ്ട്. ആ ദൈവവചനത്തിനോടെങ്കിലും അവർ നന്ദിയുള്ളവരായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ സമയങ്ങളിൽ ഞങ്ങളിവിടെ വന്നുകൊണ്ടിരുന്ന ഒരു സഹോദരിയുണ്ട്. അവരുടെ അച്ഛന് സുഖമില്ലായിരുന്നു. ആ സമയങ്ങളിൽ ഒരു നേഴ്സിനെ പോലെ, ഒരു സഹോദരനെ പോലെ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി, അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി എനിക്കും എൻ്റെ കൂടെയുള്ളവർക്കും അവരെ കൂടെ സഹകരിച്ച് നിൽക്കാനും, ഒരു സഭ എന്നുള്ള നിലയ്ക്ക് ഒരു എന്താ പറയുന്നത്, സ്വന്തം സഹോദരന്മാർ, സ്വന്തം സഹോദരിമാർ എന്നുള്ള നിലയ്ക്ക് ആ സഹോദരിയെ സഹായിക്കാനായിട്ട്. അവരുടെ സഹോദരങ്ങളൊക്കെ വിദേശത്താണ്, അവരുടെ ആൻറ്റിമാരും കസിൻസും ഒക്കെ വിദേശത്താണ്. പക്ഷെ അവരുടെ അച്ഛൻ ബെഡ് റിഡനായി കിടക്കുന്ന സമയത്ത് അവരെ ശുശ്രൂഷിക്കാനും അവർക്ക് ദൈവവചനം പറഞ്ഞു കൊടുക്കാനും ഒക്കെ ദൈവം ഞങ്ങൾക്ക് അവസരം തന്നു. ഇനി അതേമാതിരി വേറെ ഞങ്ങളുടെ ചില കുടുംബങ്ങളുണ്ട്. അവർ വളരെയധികം ദാരിദ്ര്യത്തിനും പിന്നെ മദ്യപാനത്തിനും അടിമപ്പെട്ടിരിക്കുന്ന വ്യക്തികളായിരുന്നു. അപ്പോൾ ഒരു പ്രത്യേക രീതിയിൽ അവർ ജീവിക്കുന്നത് കൊണ്ട് അങ്ങോട്ട് പോകണ്ട എന്ന് വരെ പല ആളുകളും എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ആ പറയുന്ന കാര്യങ്ങളൊന്നും വകവയ്ക്കാതെ ഞാൻ അവരുടെ വീട്ടിലേക്ക് പോവുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അങ്ങനെ ആ സഹോദരൻ മദ്യപാനം മുഴുവനായിട്ട് ഉപേക്ഷിച്ചു. ആ സഹോദരൻ മുഖാന്തരം പിന്നീട് പല ആളുകളും മദ്യപാനം ഉപേക്ഷിച്ചു. അതുമാത്രമല്ല അവരെല്ലാവരും സുവിശേഷകന്മാരായി തീർന്നു. മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും ഞായറാഴ്ച തോറും സൗജന്യമായിട്ട് ഭക്ഷണം വിതരണം ചെയ്യുന്നവരൊക്കെ ആയി തീർന്നു. അതൊക്കെ ദൈവത്തിൻ്റെ ഒരു കരുണയാണ്. എന്ന് വെച്ചാൽ എവിടെയോ ഓടെ കിടക്കായിരുന്നു മദ്യപിച്ചിട്ട്. അങ്ങനെയുള്ള വ്യക്തികൾ അവർ ആ മദ്യപാനത്തിൻ്റെ ശീലം വിട്ടു എന്ന് മാത്രമല്ല, കർത്താവിന് വേണ്ടി നിന്നു എന്ന് മാത്രമല്ല, അവർ മറ്റുള്ളവരുടെ കർത്താവിൻ്റെ നാമം പറയുന്നു എന്ന് മാത്രമല്ല, അവർ ദാരിദ്ര്യത്തിലും പട്ടിണിയിലും ബുദ്ധിമുട്ടിലും ആയിരിക്കുന്ന വ്യക്തികളെ സഹായിക്കാനായിട്ട് ഫ്രീ ആയിട്ട് ഭക്ഷണങ്ങൾ വിതരണം ചെയ്യുന്നു. ആ ഒരു അവസ്ഥയിലേക്ക് ആ ദൈവസഭയെ ദൈവം കൊണ്ടുവന്നു. ആ വ്യക്തികൾ ഓരോരുത്തരും ഇന്നും വിശ്വാസത്തിലുണ്ട്. അതിൽ പല ആളുകൾക്കും എന്നോട് നല്ല മതിപ്പാണ്, എന്നെ വളരെ സ്നേഹമാണ്. ഈ അവസ്ഥകളിലും എൻ്റെ അടുത്ത് വന്ന് മനോജ് ബ്രദറെ എന്താ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുക എന്ന് പലരും ചോദിക്കാറുണ്ട്. ഞങ്ങളെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, പാസ്റ്റർ എന്തായാലും ഇനി സഭയിലേക്ക് വരണം തീർച്ചയായിട്ടും എന്നൊക്കെ പറഞ്ഞ് എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളാണ് അവരിൽ പലരും. പിന്നെ വീട്ടിൽ പല രീതിയിലുള്ള എതിർപ്പുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നിട്ടും ദൈവവചനം നന്നായി മനസ്സിലാക്കണം ആഗ്രഹിച്ച് അങ്ങനെ വന്ന കുറേ സഹോദരിമാർ, അവർക്ക് സ്നാനപ്പെടാൻ ഭയങ്കര പേടിയായിരുന്നു. അവർ CSI ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള കുറേ പേരുണ്ടായിരുന്നു. സ്നാനപ്പെടാൻ ഞാൻ പറഞ്ഞ സ്നാനം എന്ന് പറയുന്നത് നിങ്ങൾ വ്യക്തിപരമായി സ്വീകരിക്കുന്നത് നിങ്ങളുടെ തീരുമാനമാണ്. അത് സ്നാനപ്പെട്ടതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരെക്കാളും കൂടിയവരും ആകാൻ പോകുന്നില്ല, കുറഞ്ഞവരും ആകാൻ പോകുന്നില്ല. പക്ഷേ ക്രിസ്തുവിനോട് കൂടെ ഞാൻ മരിച്ചു, അടക്കപ്പെട്ടു, ഞാൻ ഉയർത്തെഴുന്നേറ്റു എന്നതിൻ്റെ പ്രതീകാത്മകമായ സ്നാനം നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും എന്നുള്ള വചനപ്രകാരം നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള രക്ഷയുടെ അനുഭവത്തെ അനുഭവിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ അവർ പലരും സ്നാനപ്പെട്ടിട്ടുണ്ട്. ആ സ്നാനപ്പെട്ടവർ ഇന്ന് പല സഭകളിലായിട്ട് പോകുന്നുണ്ട്. CSIക്ക് ഞാൻ എതിരല്ല കേട്ടോ, അവർക്ക് സ്നാനത്തിൻ്റെ ഉപദേശമുണ്ട്. പക്ഷേ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായ ഉപദേശങ്ങളാണ് പെന്തക്കോസ്ത് സഭകളിൽ പ്രചരിക്കപ്പെടുന്നത്. ഇനി വീട്ടിൽ ഭർത്താക്കന്മാർ മുഖാന്തരം, മദ്യപിച്ച് വരുന്ന ഭർത്താക്കന്മാർ മുഖാന്തരം അടികിട്ടി വളരെയധികം ബുദ്ധിമുട്ടിൽ കഴിഞ്ഞിരുന്ന ചില സ്ത്രീകൾ, അവർക്ക് ഭൗതികമായിട്ട് അവർക്ക് ആവശ്യമായിരുന്ന സമയങ്ങളിൽ അവരുടെ മക്കൾക്ക് ഫീസ് കൊടുക്കാനും കാര്യങ്ങൾക്ക് ആവശ്യമായ സമയത്ത് സഹായിക്കാനും, ഇനി അവരുടെ കഷ്ടപ്പാടിൽ അവരെ കൂടെ നിൽക്കാനും, ചിലരൊക്കെ നല്ല
നല്ല അവസ്ഥയിലുള്ള ആളുകളായിരുന്നു. അപ്പോൾ പിന്നെ അവർക്ക് പൈസയൊന്നും ആവശ്യമില്ല, അവർ തന്നെ ഇങ്ങോട്ട് വന്ന് സഭകൾക്ക് പൈസ കൊടുക്കും. അവരൊക്കെ സഭയിലുള്ള ആളുകൾ തന്നെയാണ് കേട്ടോ, ഹിന്ദുസൊന്നുമല്ല. പക്ഷേ അങ്ങനെയുള്ള കഷ്ടത്തിൽ കൂടെ അവർ കടന്നു പോകുന്ന സമയങ്ങളിൽ അവർക്ക് കൂട്ടായ്മ കൊടുക്കാനും അവരുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാനും അവരെ ബലപ്പെടുത്താനും അവരുടെ ഭർത്താക്കന്മാരെ പ്രബോധിപ്പിക്കാനും അതിൽ ചിലരെ എങ്കിലും മദ്യപാനത്തിൻ്റെ ശീലത്തിൽ നിന്ന് പുറത്തെടുക്കാനും ഒക്കെ ദൈവം ആ സമയങ്ങളിൽ ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. മദ്യപാനം എന്ന് പറയുന്ന കാര്യത്തിന് അടിമപ്പെട്ട അറ്റ്ലീസ്റ്റ് ഒരു 10-15 പേരെങ്കിലും ഞാൻ ആ സമയങ്ങളിൽ ശുശ്രൂഷിച്ച് അതിൽ പലരും ഒരു 10-15 പേരെങ്കിലും പുറത്തു വന്നിട്ടുണ്ട്. മദ്യപാനത്തിൻ്റെ ശീലം മുഴുവനായിട്ടും ഉപേക്ഷിച്ചിട്ട് ചിലർ വീണ്ടും കഷ്ടപ്പെട്ടിട്ട് ചിലരൊക്കെ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു പോയി. അങ്ങനെയുള്ളവരുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ വളരെയധികം ദുഃഖം അനുഭവിക്കാറുണ്ട്. എപ്പോഴും ഞാൻ അവരെ ഓർക്കാറുണ്ട്, അവരുടെ കുടുംബങ്ങളെ ഓർക്കാറുണ്ട്. പക്ഷേ ആ മദ്യപാനത്തിന് കീഴ്പ്പെട്ട ആളുകളെ രക്ഷയിലേക്ക് നടത്താനും അവരെ ആ ശീലത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനും ദൈവം ആ കൂട്ടായ്മയും ഞങ്ങളെയും ഒക്കെ ഉപയോഗിക്കാനായിട്ടിടയായി. പല രീതിയിലുള്ള ഭാരങ്ങളും കഷ്ടങ്ങളിൽ കൂടെ കടന്നു പോകുന്ന വാർദ്ധക്യത്തിലുള്ള മാതാപിതാക്കളുള്ള സഹോദരിമാർ പത്തനംതിട്ട ഭാഗത്തു നിന്ന് വന്നവരുണ്ടായിരുന്നു. അവരുടെ ബുദ്ധിമുട്ടിൻ്റെ അവസ്ഥകളിൽ, അവർ ത്യജിക്കപ്പെട്ട അവസ്ഥകളിൽ അവർക്ക് ഒരു താങ്ങായി ഒരു തണലായി ഞങ്ങളുടെ കൂട്ടായ്മയ്ക്ക് നിൽക്കാനായിട്ട് സാധിച്ചു. ഇനി അവർ ആ കഷ്ടപ്പാടിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും സമയത്ത് കൂടെ കടന്നു പോകുന്ന സമയത്ത് ചിലർക്കൊക്കെ ബാത്റൂം നിർമ്മിച്ചു കൊടുക്കാനും ചിലരുടെ ഭവനങ്ങളിലുള്ള ഒരു പ്രാഥമിക വളരെ സാധാരണ ആവശ്യങ്ങൾക്ക് അവരുടെ കൂടെ നിൽക്കാനും ഒക്കെ ദൈവം ഞങ്ങളെ ഉപയോഗിച്ചു. ദൈവം ഞങ്ങളുടെ കൂട്ടായ്മയെ ഉപയോഗിച്ചു. അതിനൊക്കെ ഞാൻ പല പ്രാവശ്യം ദൈവത്തോട് നന്ദി പറയാറുണ്ട്. ഇതൊക്കെ മാനുഷികമായിട്ട് നോക്കിയാൽ എനിക്കോ അല്ലെങ്കിൽ എൻ്റെ ലെവലിലുള്ള ഒരു വ്യക്തിക്കോ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഇതൊക്കെ ദൈവം സഹായിച്ചു. ദൈവം എന്ന് വെച്ചാൽ ഒന്നും ഇല്ലായ്മയിൽ നിന്നാണ് കേട്ടോ എല്ലാം ചെയ്യുന്നത്. അല്ലാതെ എല്ലാം കണ്ടിട്ടും ഉണ്ടായിട്ടും ഒക്കെ പിന്നെ ഏതൊക്കെയോ അമേരിക്കയിൽ നിന്ന് ഫണ്ട് മേടിച്ചിട്ടൊന്നും ചെയ്ത കാര്യങ്ങളല്ല. ഇതൊക്കെ ദൈവത്തിൻ്റെ കരുണയാൽ നടന്ന കാര്യങ്ങളായിട്ടാണ് ഞാൻ പറയുന്നത്. ഇനി പല രീതിയിലുള്ള ഭാരങ്ങൾ, ജയിലിൽ വരെ പോയ ആളുകൾക്ക് വേണ്ടി ശുശ്രൂഷിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെ ദൈവ അവസരങ്ങൾ ആ സമയങ്ങളിൽ ഞങ്ങൾക്ക് തരാനായിട്ടിടയായി. അവരുടെ കഷ്ടങ്ങൾ മനസ്സിലാക്കാനും അവരുടെ ഭാരങ്ങൾ, പ്രയാസങ്ങൾ മനസ്സിലാക്കാനും അതിൽ അവരുടെ കൂടെ സഹകരിക്കാനും. ഭൗതിക സമ്പത്തൊന്നും ഞങ്ങൾക്ക് അധികം ഇല്ലെങ്കിലും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ അത് ചെയ്തിട്ട് അവരെ സഹായിക്കാനും ഒക്കെ ദൈവം ഞങ്ങൾക്ക് കൃപ തന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരുപക്ഷെ കാലിക്കറ്റിൽ ഏറ്റവും കൂടുതൽ ട്രാക്റ്റുകൾ വിതരണം ചെയ്ത ആൾ ആ സമയങ്ങളിൽ 2006 മുതൽ 2013-2016 വരെ ഞാൻ തന്നെയായിരിക്കും. അറ്റ്ലീസ്റ്റ് ഒരു 5-6 ട്രാക്റ്റ് ഞാൻ സ്വന്തം കൈകൊണ്ട് എഴുതിയിട്ടുണ്ട്. ബാലചന്ദ്ര പ്രസ്സിൽ നിന്നാണ് അതൊക്കെ പ്രിൻ്റ് ചെയ്തത്. അതിൻ്റെ ട്രാക്റ്റിൻ്റെയൊക്കെ ഒറിജിനൽ കോപ്പി അവരുടെ കയ്യിലുണ്ടോയെന്ന് എനിക്കറിയില്ല. എപ്പോഴും എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒറ്റ കോപ്പി പോലും ആ ട്രാക്റ്റിൻ്റെ ഒന്നുമില്ല. എന്ന് വെച്ചാൽ ഒരു നോട്ടീസാണ്, മദ്യപാനത്തിനെതിരെയുള്ള നോട്ടീസ്. ആ മദ്യം എന്ന് പറയുന്നത് ഞങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തത് സുവിശേഷത്തെക്കാളും അധികം മദ്യം എന്ന് പറയുന്ന സാധനത്തിന് എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും ആളുകളുടെ അകത്ത്, അതുകൊണ്ട് അവരതിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ള ഒരു സമൂഹത്തെ ബോധവൽക്കരിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അതിലുണ്ടായിരുന്നത്. അങ്ങനെ ആ ട്രാക്റ്റും കാര്യങ്ങളൊക്കെ എഴുതാനും അത് വിതരണം ചെയ്യാനും ഉദ്യോഗസ്ഥൻ്റെ മുമ്പിൽ കുറേ പ്രാവശ്യം എനിക്ക് വഴക്ക് കിട്ടിയിട്ടുണ്ട്. അവിടെ ഈ സഫായി ചെയ്യുന്ന കർമ്മചാരികളിൽ നിന്ന് ഞാനിത് കൊടുക്കുന്നതുകൊണ്ട് ആൾക്കാർ ഇതെല്ലാം കൂടെ ചുരുട്ടി കൂട്ടി അവിടെ ഇവിടെയൊക്കെ എറിയപ്പോൾ അവർക്കും അത് ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ തന്നെ എടുത്തിട്ട് അവരെ സഹായിക്കും. പക്ഷെ എങ്ങനെയാണെങ്കിലും ഉദ്യോഗസ്ഥൻ്റെ മുമ്പിലാണെങ്കിലും മെഡിക്കൽ കോളേജിൻ്റെ മുമ്പിലാണെങ്കിലും മാനാഞ്ചറയുടെ മുമ്പിലാണെങ്കിലും പല സ്ഥലങ്ങളിലും ദൈവം ഈ ഞാൻ എഴുതിയ ട്രാക്റ്റുകളും മറ്റുള്ളവർ എഴുതിയ ട്രാക്റ്റുകളും ഒക്കെ വിതരണം ചെയ്യാനും എന്നെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ആരുടെ അനുവാദം കൂടാതെ വീടുകളിലേക്കൊന്നും പോകാറില്ല. ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ പോകും. അവിടെ നിന്ന് ഭക്ഷണം അധികമൊന്നും കഴിക്കാറില്ല. കാരണം ഞാനൊന്നാമത് വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഡയറ്റിൽ കഴിയുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ കുടിച്ചാലും ചായ മാക്സിമം മാത്രമേ ഉള്ളൂ. ഇനി ഇങ്ങനെ ഒരു ലൈഫ് ദൈവം എനിക്ക് തന്നു. ആ 23 വർഷം എനിക്ക് നഷ്ടമായതുപോലെ അല്ലെങ്കിൽ വളരെയധികം എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയതുപോലെ എനിക്ക് പല സമയങ്ങളിൽ തോന്നാറുണ്ട്. ഞാനൊരു ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങളുടെ ഭവനത്തിൻ്റെ ഭൗതികാവസ്ഥ ഇതാവില്ലായിരുന്നു എന്നൊക്കെ എനിക്ക് ചില സമയത്ത് തോന്നാറുണ്ട്. കാരണം ഞാനിപ്പോൾ പ്രാക്ടീസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഞാനിപ്പോഴും ഒരു സ്ട്രഗ്ലിംഗ് ഡോക്ടറായിട്ടാണ് ഇരിക്കുന്നത്. എനിക്ക് എൻ്റെ ക്ലിനിക്കിൽ നിന്ന് എൻ്റെ വാടക കൊടുത്തു തീർക്കാനും ജസ്റ്റ് അവിടെ പോയി വരാനുള്ള പൈസ അത്രമാത്രമേ എനിക്ക് സമ്പാദിക്കാനായിട്ട് പറ്റുന്നുള്ളൂ. എന്നുവെച്ചാൽ ഒന്നുമില്ല, ഇൻകം ഒന്നുമില്ല. എന്നാലും പഴയ എൻ്റെ ഉണ്ടായിരുന്ന ഇൻകംസും ഞാൻ ചെറുപ്പം തൊട്ടേ വെച്ചിരുന്ന കാര്യങ്ങളും പല കാര്യങ്ങളുമൊക്കെ വെച്ചിട്ട് ഞാനിങ്ങനെ കഴിഞ്ഞു പോകുന്നു. എൻ്റെ അച്ഛനും അമ്മയും അവർക്ക് ഷോപ്പുള്ളത് കൊണ്ട് അവരുടെ കാര്യങ്ങൾ കഴിയുന്നു. എനിക്കൊരു അനിയനുണ്ട്, അവൻ ഗൾഫിലാണ്, അവർ കാര്യങ്ങൾ നോക്കുന്നു. പിന്നെ
അമ്മയെ ശുശ്രൂഷിക്കാനുള്ള ഒരു അവസരം എന്ന് വെച്ചാൽ ഞാൻ ഈ വിശ്വാസത്തിൽ വന്നത് മൂലം അച്ഛനും അമ്മയും എന്നെ നേരത്തെ പുറത്താക്കി 2006 എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയതാണ്. പിന്നെ 2010 തിരിച്ച് എന്നെ വിളിച്ചു. പക്ഷേ പൂർണ്ണമായിട്ടും ഞാനൊരു അവകാശിയൊന്നുമല്ല, ജസ്റ്റ് ഇവിടെ വന്ന് താമസിക്കാൻ കിടക്കാം. ബിക്കോസ് ആ പത്തനംതിട്ടയിലുള്ള സഹോദരിമാരും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ പിന്നെ ആ വീടുകളൊക്കെ ഞങ്ങൾ റെൻറ്റിനെടുത്ത സ്ഥലങ്ങളൊക്കെ വളരെയധികം ഓക്യുപ്പൈഡായി, അവിടെ താമസിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അതുകൊണ്ട് പിന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനമ്മേൻ്റെ കൂടെ തന്നെ ഞാൻ ഒന്ന് താമസിക്കേണ്ടതായിട്ട് വന്നു. പക്ഷേ ആ സമയങ്ങളിൽ ഞാൻ അച്ഛനമ്മേൻ്റെ കൂടെ താമസിക്കുമ്പോൾ അച്ഛൻ പല രീതിയിലുള്ള ടെൻഷൻസിൽ കൂടിയും ബുദ്ധിമുട്ട് കൂടിയും പ്രയാസത്തിൽ കൂടിയും ചില പേയ്മെൻറ്റ് നടത്താൻ പറ്റാത്ത പ്രയാസങ്ങളൊക്കെ കടന്നു പോയിട്ടുണ്ട്. ആ സമയങ്ങളിലൊക്കെ ദൈവവചനം പറഞ്ഞ് അച്ഛനെ ധൈര്യപ്പെടുത്താനും, അച്ഛൻ മരിക്കാറായ സമയങ്ങളുണ്ട്, മരിച്ചു പോകുന്നൊക്കെ വിചാരിച്ച സമയങ്ങളുണ്ട്. ആ സമയങ്ങളിലൊക്കെ അച്ഛൻ്റെ കൂടെ നിന്നിട്ട് നമ്മുടെ ഹോമിയോപ്പതിയിലെ ചില കാർബോവജ് മാതിരിയുള്ള മരുന്നുകൾ കൊടുത്ത് അച്ഛനെ റിവൈവ് ചെയ്യാനും അച്ഛനെ ഫുൾ ആക്റ്റീവായിട്ട് തിരിച്ചു കൊണ്ടുവരാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. കാരണം 2010-13 ആ സമയങ്ങളിൽ പല മിറക്കിൾസും ദൈവം എൻ്റെ അച്ഛന് വേണ്ടിയിട്ടും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അച്ഛന് ഒരു പക്ഷേ എൻ്റെ മുന്നോട്ടുള്ള നീക്കങ്ങളോട് അധികം എതിർപ്പ് ഇല്ലാതിരുന്നത്. എന്നിരുന്നാലും എതിർപ്പുകൾ ഇതിൻ്റെ കൂടപ്പിറപ്പാണല്ലോ. നമുക്കറിയാം, നമ്മളൊരു വേറെ വിശ്വാസത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വീട്ടുകാരും നമ്മുടെ നാട്ടുകാരും നമ്മളെ കൂട്ടുകാരും ഉൾക്കൊള്ളുന്ന ഒരു വേറെ രീതിയിലായിരിക്കും അവർ എപ്പോഴും നമ്മൾ കാണുന്നത്. സാരില്ല. പക്ഷേ ഈ വിശ്വാസത്തിലുള്ളവർ തന്നെ ഒരുപാട് പീഡിപ്പിക്കുകയുണ്ടായി. ഇതിൽ പലരെയും അവരുടെ ബുക്കുകൾ മുഴുവൻ പഠിച്ചിട്ട് അവരെ പരീക്ഷ എഴുതാൻ പോകുന്നത്. ഞാൻ BHMS വരെ പഠിച്ചിട്ടുള്ളൂ, പിന്നെ മുന്നോട്ട് ഞാൻ പഠിക്കാൻ പോയില്ല. അവരുടെ BAക്ക് വേണ്ടിയിട്ടും അവരുടെ ലിറ്ററേച്ചറിന് വേണ്ടിയിട്ടും അങ്ങനെ 2-3 പേരെങ്കിലും ഞാൻ അവരുടെ ബുക്ക് മുഴുവൻ പഠിച്ചിട്ട് അവരെ പഠിപ്പിച്ചിട്ട് അവരെ ധൈര്യപ്പെടുത്തിയിട്ട് അവരെ പരീക്ഷയ്ക്ക് വിട്ടിട്ടുണ്ട്. ആ പഠിപ്പിച്ചൊക്കെ എനിക്ക് പിന്നീട് ഗുണമായിട്ടുണ്ടാവും, കാരണം എനിക്ക് ഇംഗ്ലീഷ് നന്നായിട്ടുണ്ടാവും എൻ്റെ. പക്ഷേ എങ്കിലും അതിനൊക്കെയുള്ളൊരു താഴ്മയും അതിനുള്ള കൃപയും അതിനുള്ള ഒരു സ്നേഹവും ദൈവാസ്വാമികൾ എനിക്ക് തന്നു. പക്ഷേ ഈ പറയുന്ന വ്യക്തികൾ തന്നെ പിന്നീട് എനിക്ക് എതിരാകുകയും ഒക്കെ ചെയ്തു. അപ്പോൾ അതൊക്കെ ഞാൻ വിശ്വസിക്കുന്നത് ഓരോ തെറ്റിദ്ധാരണകൾ പിശാച് കൊണ്ടുവരുന്നത് കൊണ്ടായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നിരുന്നാലും നമ്മൾ കൂട്ടായ്മയിൽ വന്നുകൊണ്ടിരുന്ന വിവാഹം നടക്കാതിരുന്ന കുറേ കുട്ടികളുണ്ടായിരുന്നു. ഇതിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ വിവാഹം നടക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രചരണങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഒരു കുറേ പെൺകുട്ടികളുടെ വിവാഹങ്ങൾ നടത്താനും ദൈവം ഞങ്ങളെ സഹായിച്ചു. അതും ദൈവത്തിൻ്റെ ഒരു വലിയ ദയയാണ്. ഒരുപാട് ഞങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട് ആ സമയങ്ങളിൽ. ദൈവം എങ്ങനെ ഈ സഹോദരിയുടെ ഈ സഹോദരൻ്റെയൊക്കെ വിവാഹം നടത്തണേ. ദൈവം അത്ഭുതകരമായിട്ടുള്ള ആലോചനകളാണ് പലർക്കും കൊണ്ടുവന്നത്. ഇപ്പോൾ എൻ്റെ തന്നെ ആലോചന നോക്കുകയാണെങ്കിൽ എനിക്ക് തന്നെ അത്ഭുതം തോന്നും. ഞാനൊരിക്കലും ഇത്രയും വലിയൊരു കോടീശ്വരനായ രാജാ റിക് ഗോഡ്വിൻ്റെ മകളെ വിവാഹം കഴിക്കാൻ യോഗ്യനായൊരു വ്യക്തിയല്ല. പക്ഷേ ദൈവം അങ്ങനെ ഒരു സാഹചര്യം കൊണ്ടുവന്നു. അങ്ങനെ ഒരു കുട്ടിയെ ഞാൻ അവളെ സ്നേഹിച്ച അവളുടെ കോടികൾ കണ്ടിട്ടോ അവളുടെ ബോഡി കണ്ടിട്ടോ അല്ല. അവൾക്ക് ദൈവത്തോട് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, സുവിശേഷ വേല ചെയ്യാനുള്ള താല്പര്യമുണ്ട്. അത് മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ. അതിനാണല്ലോ ഞാൻ ഇതിൽ വേർതിരിഞ്ഞ് ഇങ്ങനെയൊക്കെ വന്നിരിക്കുന്നത്. പക്ഷെ ആ വിവാഹം അതുപോലെ ഇങ്ങനെ ആയിപ്പോകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചില ആളുകൾ അവർക്കൊരു എന്താ പറയുക, എന്നോട് നീരസം തോന്നുകയും പല രീതിയിൽ എന്നെ ബാക്ക് സ്റ്റാബ് ചെയ്യുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തു. അതെല്ലാം ഞാൻ തരണം ചെയ്തു. അതൊക്കെ അതിൻ്റെ കഷ്ടങ്ങളിൽ കൂടിയൊക്കെ ഞാൻ കടന്നുപോയി. 2016 സഭയുടെ ശുശ്രൂഷ മുഴുവൻ ഞാൻ എൻ്റെ സഹോദരന്മാർക്ക് ഏൽപ്പിച്ചിട്ട് ഞാൻ ഇനിയും അടുത്ത ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ്. അങ്ങനെ എൻ്റെ വൈഫ് ഹൗസിൽ പോയി താമസിച്ചു. അത് കഴിഞ്ഞ് ആ ഒരു കൊല്ലം കഴിഞ്ഞ് 2017 മുതൽ 20 വരെ ബാംഗ്ലൂരിൽ MDivന് പഠിക്കാനായിട്ട് സാധിച്ചു. ആ MDiv എനിക്കറിയാം, എനിക്ക് പഠിക്കാനുള്ള കഴിവൊന്നുമില്ല. അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രൊഫസറുണ്ട്, ഒരു ഡോക്ടർ വർഗീസ്. ഇപ്പോൾ അദ്ദേഹം അവിടുത്തെ പ്രിൻസിപ്പളാണ്. അദ്ദേഹത്തിൻ്റെ കരുണ കൊണ്ട് മാത്രമാണ് എനിക്ക് ആ MDivന് അവിടെ അഡ്മിഷൻ കിട്ടിയത്. അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ ലേറ്റായിട്ടാണ് വന്നത്. എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല, പഠിക്കണമെന്നും താല്പര്യം, മുന്നോട്ട് പഠിക്കാനോ ഞാനോ എന്നാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 15-20 കൊല്ലമായി എനിക്ക് പഠിത്തമായിട്ട് ടച്ച് കംപ്ലീറ്റ് ആയിട്ട് വിട്ടുപോയി. ഞാനെങ്ങനെ പഠിക്കും? അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നീ ഒന്ന് പരീക്ഷ എഴുതി നോക്ക് എന്നോട് പറഞ്ഞു. അന്ന് അദ്ദേഹം ആ ഒരു ദിവസം അദ്ദേഹം അക്കാഡമിക് ഡീനുമാണ്, പ്രിൻസിപ്പളുടെ ചാർജും അദ്ദേഹത്തിനാണ്, സ്റ്റുഡൻറ്റ് ഡീനുമാണ്. അങ്ങനെ എന്ന് വെച്ചാൽ ബാക്കിയുള്ളവരൊക്കെ ആബ്സെൻ്റ് ആയിരിക്കുന്ന ഒരു ദിവസം. ആ ദിവസം അദ്ദേഹം പറഞ്ഞു, നീ ആഗ്രഹിക്കുന്നെങ്കിൽ നിനക്ക് എൻട്രൻസ് എന്ന് എഴുതാൻ. ഞാനും ബാക്കിയുള്ളവരോട് ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അവിടുത്തെ പ്രിൻസിപ്പളും അവിടുത്തെ അക്കാഡമിക് ഡീനും അവിടുത്തെ സ്റ്റുഡൻറ്റ് ഡീനും ഇതിൻ്റെയൊക്കെ ഫങ്ഷൻസ് അന്ന് കൈകാര്യം ചെയ്ത ഡോക്ടർ വർഗീസ് ജോൺ എനിക്ക് അവസരം തന്നു. എനിക്ക് പഠിക്കാനായിട്ട് ഞാൻ അവിടെ പോയി ആ പരീക്ഷ എഴുതി. ഞാൻ നല്ല രീതിയിൽ പാസ്സായി. അവരെന്നെ തിരഞ്ഞെടുത്തു. ഞാൻ ആ MDiv ബാച്ചിൽ മറ്റുള്ളവർ എന്നെക്കാളും ഒക്കെ നല്ല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവർ, ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവർ, വലിയ പാസ്റ്റർമാരുടെ മക്കൾ, വലിയ മിഷണറിമാരുടെ മക്കൾ, അമേരിക്കക്കാരായിട്ടുള്ള ആളുകൾ, അവരുടെയൊക്കെ കൂടെയാണ് ഞാൻ പഠിച്ചത്.
അമേരിക്കയിൽ നല്ല രീതിയിൽ നല്ല ലെവലിൽ പഠിച്ച് അവർക്ക് സുവിശേഷ വേല ചെയ്യാൻ താല്പര്യമായിട്ട് ഇങ്ങോട്ട് വന്ന വ്യക്തികൾ, അങ്ങനെ ഒരു നല്ല മനോഹരമായ നല്ല സ്നേഹമുള്ള ഒരു ബാച്ചായിരുന്നു. നോർത്ത് ഈസ്റ്റുകാർ പലരും, അമേരിക്കക്കാർ പലരും, കേരളത്തിലെ ആളുകൾ പലരും, പിന്നെ നമ്മുടെ തെലുങ്കുകാർ പലരും, ചെറിയ ചെറിയ കശപിശയൊക്കെ എല്ലാ ബാച്ചിലും ഉണ്ടാകും. പക്ഷേ എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ അവരെക്കാളും ഒക്കെ സീനിയറാണ്, സൂപ്പർ സീനിയർ ആയതുകൊണ്ട് എന്നോട് ആരും അങ്ങനെ വഴക്കുണ്ടാക്കാനോ എന്നെ ഉപദ്രവിക്കാനോ ഞാൻ അവരെ ഉപദ്രവിക്കാനോ ഒന്നും സാഹചര്യങ്ങളൊന്നും അത്ര ഉണ്ടായിരുന്നില്ല. അവിടെ നന്നായി പഠിക്കാനായിട്ട് ദൈവം എനിക്ക് അവസരം തന്നു. ഞാൻ വിചാരിച്ചതിനേക്കാളും എനിക്കെന്ന് വെച്ചാൽ ദൈവത്തെ ഞാൻ സേവിക്കാൻ ആഗ്രഹിക്കുന്നു, ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നു. ദൈവത്തിന് വേണ്ടിയാണ് ആ പണം ഞാൻ മാറ്റി വച്ചിരിക്കുന്നത്. യാദൃശ്യമായിട്ട് ആ സമയത്ത് എൻ്റെ പേരിലുണ്ടായിരുന്ന ഒരു ചെറിയ പീസ് ഭൂമി, അത് ഞാൻ മേടിച്ചതാണ് എൻ്റെ തന്നെ പൈസ കൊണ്ട്. അതിൻ്റെ വില വളരെയധികം കൂടി, അതെനിക്ക് വിൽക്കാനായിട്ട് സാധിച്ചു. ആ വിറ്റതിൻ്റെ കാശ് കൊണ്ടാണ്, അത് ഈ ഭൂമി തന്നെയാണ് ഞങ്ങളിവിടെ താമസിക്കുന്നത്, കാശിൻ്റെ അതിൽ നിന്ന് വരുന്ന ഇൻട്രസ്റ്റ് കൊണ്ടാണ് എൻ്റെ പഠനവും ഞങ്ങളുടെ അവിടെയുള്ള ചിലവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത്. പിന്നെ എൻ്റെ അമ്മായിയപ്പനും കുറച്ച് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് ആ സമയങ്ങളിൽ, കാരണം ജോലിയില്ലല്ലോ. അപ്പോൾ ആ സഹായങ്ങളും പിന്നെ ഇതിൽ നിന്ന് വരുന്ന ഒരു ഇൻട്രസ്റ്റ്, ആ എമൗണ്ടും വെച്ചിട്ടാണ് ഞങ്ങൾ ആ 3 വർഷം അവിടെ പഠിച്ചത്. അപ്പോൾ ദൈവത്തിൻ്റെ പണമായതുകൊണ്ട് അതിനെ വേസ്റ്റാക്കാനോ ദൈവത്തെ താഴ്ത്തി കാണിക്കാനോ താല്പര്യമില്ലാത്തതുകൊണ്ട് മാക്സിമം നന്നായിട്ട് തന്നെയാണ് പഠിച്ചത്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ക്ലാസ്സിൽ ഫസ്റ്റായിരുന്നു ഞാൻ എല്ലാ പ്രാവശ്യവും. കിട്ടിയ സമയങ്ങളൊക്കെ മാക്സിമം ആ ലൈബ്രറി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് സമയം കിട്ടുള്ളൂ. ഞാൻ പോയി വേഗത്തിൽ എല്ലാ ലൈബ്രറി ബുക്കൊക്കെ നോക്കി എല്ലാത്തിൻ്റെയും പടമൊക്കെ എടുത്ത് വീട്ടിൽ വന്നിട്ട് ഞാൻ പഠിക്കുക. കാരണം എൻ്റെ മോളുണ്ട് വീട്ടിൽ, ആ മോളുടെ കാര്യങ്ങൾ ചെയ്യണം. ഒരു 2-3 മണിക്കൂർ മോളെ കൂടെ കളിക്കാനും ഒക്കെ ആയിട്ട് ചിലവഴിക്കണം. അങ്ങനെ ആയിരുന്നുകൊണ്ട് കിട്ടുന്ന സമയങ്ങളൊക്കെ അതിനു വേണ്ടിയും, പിന്നെ ബാക്കിയുള്ള സമയങ്ങൾ രാവിലെ നേരത്തെ എണീറ്റ് 3 മണി 4 മണിക്കൊക്കെ എണീറ്റ് പഠിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്തോ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് എൻ്റെ ഭാര്യ എന്നെ വിട്ടു പോകുന്നത്. പക്ഷേ ആ രാവിലെ 3 മണിക്ക് 4 മണിക്ക് ഞാൻ എണീക്കുന്ന സമയത്ത് എനിക്ക് വേണ്ടി ചായ വെച്ച് തരാൻ അന്ന് അവിടെ അമ്മയില്ല, ഞാൻ തന്നെ എണീറ്റിട്ട് ഞാൻ വെക്കുക ചെയ്യുക. ഭാര്യയും കുട്ടിയൊക്കെ എണീക്കുമ്പോഴത്തേക്ക് 8 മണിയാവും. അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും തീർത്തിട്ടുണ്ടാവും. വീട്ടിലെ ബ്രേക്ക്ഫാസ്റ്റും എല്ലാം തീർത്ത് ഈ വീടെല്ലാം വൃത്തിയാക്കിയിട്ടാണ് ഞാൻ പോകുന്നു. അവൾക്ക് കുട്ടിക്ക് ആവശ്യമായ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഓർഡറൊക്കെ ചെയ്യാനുള്ള സമയങ്ങളിൽ അതൊക്കെ ചെയ്തിട്ടാണ് ഞങ്ങൾ പോകുന്നത്. പക്ഷേ ആ ഒരു സമയങ്ങളിൽ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, ആ മമ്മി രാവിലെ ഒരു 3 മണി 4 മണി സമയത്ത് മനോജ് പഠിക്കാൻ വേണ്ടി എണീക്കുന്ന ആ സമയത്ത് ഒന്ന് എണീറ്റ് വന്നിട്ട് മമ്മി ചായ ഉണ്ടാക്കും എനിക്ക് വേണ്ടി, എൻ്റെ കൂടെ വന്നിരിക്കും. ഞാൻ ഉറങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അത് വളരെ സ്നേഹമുള്ള ഒരു അമ്മയാണ് ദൈവം എനിക്ക് തന്നത്. ചില സമയങ്ങളിൽ അമ്മയുടെ പെരുമാറ്റവും ഇപ്പോൾ പ്രത്യേകിച്ച് ചില പാർക്കിൻസൺസിൻ്റെ ഡിസീസ് ഉള്ളതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ചില ഓർമ്മക്കേടുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയും. പക്ഷേ മനസ്സിൽ അമ്മയ്ക്ക് വളരെയധികം സ്നേഹവും താല്പര്യമുള്ളൊരു വ്യക്തിയാണ്. ഇന്നും എന്താ പറയുക, എൻ്റെ സ്വന്തം കഴിവുകൊണ്ട് കാര്യങ്ങൾ ചെയ്യണം, എനിക്ക് എണീക്കണം, എനിക്ക് നടക്കണം എന്നുള്ളൊരു മനോഭാവമുള്ളൊരു വ്യക്തിയാണ്. എന്നുവെച്ചാൽ ഒന്നിൻ്റെ മുമ്പിൽ കീഴടങ്ങുന്ന ഒരാളല്ല എൻ്റെ അമ്മ. അപ്പോൾ ഈ വീഴ്ച പറ്റിയപ്പോൾ അവിടെ കിടന്ന് പിന്നെ ഞാൻ അവരുടെ ഡയപ്പർ മാറ്റുക, പിന്നെ അവരെ കുളിപ്പിക്കുക, പിന്നെ അവരെ ടേക്ക് കെയർ ചെയ്യുക, അവരുടെ വസ്ത്രങ്ങൾ മാറ്റുക, ഇതൊക്കെ എനിക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആണ്. അതൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷേ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അമ്മയൊക്കെ എനിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, അത് ഓർത്തിട്ട് ഞാനിതെല്ലാം ചെയ്തു. ആ അമ്മയ്ക്ക് ഇന്ന് സൗഖ്യമായി. ഇന്ന് അമ്മ നടക്കാൻ തുടങ്ങി, സ്റ്റിക്ക് എടുത്തിട്ട് നടക്കാൻ തുടങ്ങി സ്വന്തമായിട്ട്. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും എൻ്റെ അച്ഛനമ്മയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിച്ച എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. അപ്പോൾ ഞാനിന്ന് ഈ ചെറിയൊരു വീഡിയോ ചെയ്യുന്നത് ഒരു നന്ദി അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ഈ ജേണിയിൽ എൻ്റെ കൂടെ നിൽക്കുകയും എന്നെ സഹായിക്കുകയൊക്കെ ചെയ്ത പല വ്യക്തികളുണ്ട്, അവരെയൊക്കെ ഞാൻ ഓർക്കുന്നു. ഇനി എൻ്റെ ഭാര്യയും കുട്ടിയും അവർ എന്നിൽ നിന്ന് അകന്നായിരിക്കുന്നത്, ഡിവോഴ്സൊക്കെ കഴിഞ്ഞു, പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ്. അവർക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. അവൾക്ക് നല്ലൊരു ഇൻകമൊക്കെ ദൈവം തരുന്നുണ്ട്, അവൾ കുട്ടിയെ നന്നായി നോക്കുന്നു എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നിരുന്നാലും ദൈവവുമായിട്ടുള്ള ടച്ച് വിട്ടുപോകാതിരിക്കാനും ദൈവത്തെ അവൾ വീണ്ടും അന്വേഷിച്ചുകൊണ്ടിരിക്കാനും വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. ഇനി മുന്നോട്ടുള്ള എൻ്റെ കാര്യങ്ങൾ എങ്ങനെയാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എവിടെയാണ് എനിക്ക് അഡ്മിഷൻ കിട്ടുമോ, എനിക്ക് എൻ്റെ പഠനം കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ, ഞാൻ ഈ ഹോമിയോപ്പതി തന്നെ തുടർന്ന് മുന്നോട്ട് പോകുമോ, എനിക്കറിഞ്ഞുകൂടാ. എനിക്ക് ദൈവത്തിന് വേല ചെയ്യണം വളരെ ആഗ്രഹമുള്ള വ്യക്തിയാണ്. പക്ഷേ അതിനുള്ള അവസരങ്ങൾ ദൈവം തന്നാലേ ഒക്കുള്ളൂ. അത് ദൈവത്തിൻ്റെ വേലയാണ്, എൻ്റെ അല്ലല്ലോ. അതിനുള്ള നീഡ്, അതിനുള്ള ആവശ്യങ്ങൾ ദൈവരാജ്യത്തിലുണ്ടെങ്കിൽ ദൈവനെ പ്രയോജനപ്പെടുത്തട്ടെ. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ നിങ്ങളെ ഓർക്കുന്നു.